evening. Good evening. Good evening. Good evening. Okay. Missy video off. Ready അല്ലേ? Yes. Good evening. Yes. Oh, good evening. Present type ചെയ്തോളൂ. Present type ചെയ്തോ? Yes. Present type ചെയ്തു. Type ചെയ്തോ? How are you, Miss? Yes, I am fine. ചോറ് കഴിച്ചോ? Ah, ചായ കുടിച്ചോ, മിസ്? ഇല്ല, ചായ കുടിക്കൂല മക്കളെ. ചോറിന് മിസ് കൊണ്ടുവരുന്നല്ലേ. മഴയില്ലേ നിങ്ങളുടെ നാട്ടിലെ? ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് അതെയോ, ഇവിടെ നല്ല മഴയാണ്. ഇല്ല, ഇവിടെ മഴ പെയ്യാൻ കഴിഞ്ഞു. അതെയോ? നല്ല മഴയാണ്. ഇവിടെ ഭയങ്കര മഴ. ഇവിടെ മഴ കഴിഞ്ഞു. അതെയോ? രാവിലെ മഴയുണ്ടായി. കുറച്ച് നന്നായിട്ട് Take your Hindi textbook. നേരത്തെ എടുത്തതിന്റെ ബാക്കി ഏതാ പറഞ്ഞത്? നേരത്തെ കഴിഞ്ഞ ക്ലാസ് ഇംഗ്ലീഷ് മീനിങ്ങും മലയാളം മീനിങ്ങും അല്ലേ? ഇനി നെക്സ്റ്റ് പ്രത്യേക സമൂഹമേ പേജ് നമ്പർ 44. प्रत्येक समूह में जो शब्द पर्यायवाची नहीं है उसी पर गलत का निशान लगाओ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതോ ഒന്ന് പര്യായ പദങ്ങളല്ലാതെ സമാനാർത്ഥി ശബ്ദം അല്ലാത്തൊരു വേർഡ് ഉണ്ട്, അത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറയണം. ഖുഷി, പ്രസന്നത, സുഖി, ആനന്ദ്. അല്ലെ ഖുഷി എന്ന് പറഞ്ഞാലും പ്രസന്നത എന്ന് പറഞ്ഞാലും ആനന്ദ് എന്ന് പറഞ്ഞാലും ഹാപ്പിയിലാക്കാണ്. സുഖി എന്ന് പറഞ്ഞാല് സുഖമുള്ളവര്, ആനന്ദം വരില്ല. അപ്പൊ അവിടെ മാച്ച് ചെയ്ത് ഏത് വേർഡാണുള്ളത്? സുഖി. അത് റെഡ് കളറിന്റെ അവിടെ ഇതുണ്ട് അല്ലേ, ടിക്കറ്റ് വെച്ചിട്ടുണ്ട്. സോറി, ഗലത്ത്. നെക്സ്റ്റ് പര്യടൻ, ഭ്രമൺ, സൈർ, ഗ്രഹൺ. ഇതിലേതായിരിക്കും? ഗ്രഹൺ. ഗ്രഹൺ പറഞ്ഞാൽ കേൾക്കുക എന്നർത്ഥാണ്. അപ്പൊ ലാസ്റ്റത്തേന് ഇൻഡിട്ട് വെച്ചേ ഗലത്ത. ഫസ്റ്റിലത്തെ അവിടെ ആനന്ദ സുഖി ടിക്ക് ഓപ്പോസിറ്റ് ഇട്ടിട്ടില്ലേ? ഇൻഡിട്ട് വെച്ചിട്ടില്ലേ? സെക്കൻഡ് ഗ്രഹൺ. വലിയ വായിക്കുന്നത് ക്ലിയർ ആവുന്നില്ലല്ലോ മോളെ. മൂന്നാമത്തെ വർക്കാ? ആ, മൂന്നാമത്തെ വർക്കായിട്ട് മിസ് വായിച്ചത്. പറഞ്ഞുതരുമോ? ഒന്നുകൂടി പറയാം. ആരെ പാട്ട് പാടുന്നത്? കേൾക്കുന്നില്ല.
മ്യൂട്ടിലാണ്. എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ ആദ്യം. പേജ് നമ്പർ 44 എടുത്തേ. പേജ് നമ്പർ 44 തേർഡ് ആണ് മിസ് പറഞ്ഞത്. തേർഡ് കേൾക്കാമോ? Can you hear me? ഫസ്റ്റിന്റെ ആൻസർ അവിടെ ഗലത്ത്. ട്രൂ ഓർ ഫാൾസ്? ഫാൾസ് ഇട്ട് വേണം, തെറ്റിട്ട് വെക്കണം. ഖുഷി, പ്രസന്നത, സുഖി, ആനന്ദ്. അതിന്റെ ആൻസർ സുഖിയാണ്. അതിൽ മൂന്നില് ഒരുപോലെ പെടാത്തത് സുഖി എന്നുള്ള വേർഡാണ്, സുഖി. സെക്കൻഡിലെ ഗ്രഹൺ. ഗ്രഹണിലെ വേർഡ് ബാക്കിയുള്ളവയ്ക്ക് ചേരുന്നതല്ല. ഗ്രഹൺ. ഗ്രഹൺ. എഴുതിയോ? ഫാത്തിമ ഷഹ്മ കെ ക്ലാസ് കയറിയോ? ഷഹ്മ കെ ഇല്ലല്ലോ. അല്ല, ഗ്രഹണില്ലേ? നെക്സ്റ്റ് വിശ്വ, സംസാർ, ധർത്തി, ദുനിയ. അതിൽ പെടാത്തതാണ് ധർത്തി. ധർത്തി. ധർത്തി എന്ന് പറഞ്ഞാൽ ഭൂമി എന്നർത്ഥം. മൂന്നാമത്തെ ഒന്നും കൂടെ പറയാവോ? ധർത്തി. ധർത്തി. മുഹമ്മദ് കേസ് ക്ലാസ് കയറിയില്ല? അക്ഷരം എങ്ങനെയാണ്? യാത്രക്കാർ. നെക്സ്റ്റ് കില, ദുർഗ്, ഭവൻ, ഘട്ട്. ഭവൻ. ഭവൻ. പറയുന്നത് ഭവൻ. ഭവൻ. ഞാൻ ഫുള്ളും ചെയ്ത് കഴിഞ്ഞു. എന്താണ്? ഭവൻ തന്നെ. ഫുള്ളും ചെയ്ത് തീർന്നു. ഭവൻ എന്ന ആൻസർ തെറ്റിച്ചേ. ഭവൻ. ബാക്കിയുള്ളവയൊക്കെ കില എന്നുള്ളതിന്റെ പര്യായ പദങ്ങളാണ്. കില, ദുർഗ്, ഘട്ട്. ഭവൻ മാത്രം അതിന് ചേരില്ല, കേട്ടല്ലോ. നെക്സ്റ്റ് താഴെ പേജ് നമ്പർ എത്ര? 44. लास्ट भाग मिस പറയാൻ പോകുന്നത് अपने परिवार के साथ की गई दिल्ली की सैर का वर्णन करते हुए अपने मित्र को पत्र लिखिए. മനസ്സിലായ? തങ്ങളുടെ ഫാമിലിയും ഒത്തിട്ട് ദില്ലിയിലേക്ക് ടൂർ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു കത്ത് അയക്കണം. അയക്കോ? കത്ത് കൂട്ടുകാർക്ക് കിട്ടുവോ? കൂട്ടുകാർക്ക് അയക്കണ്ട, മിസ്സിന് അയച്ചാൽ മതി. മിസ്സിനാമ കിട്ടും. മലയാളത്തിൽ മതിയേക്ക്. മലയാളത്തിൽ പോരാ, ഹിന്ദിയിലാണ് വേണ്ടത്. ഹിന്ദിയിലാണ് ലെറ്റർ
പറഞ്ഞത്. അപ്പോ എന്താ ചോദ്യം? നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മൊത്തം ദില്ലിയിലേക്ക് ഒരു യാത്ര ചെയ്താന്ന് പറഞ്ഞത്. വേണ്ട, ദില്ലിയിലേക്ക് വേണ്ട. നിങ്ങൾ ഏതെങ്കിലും ഒരു യാത്ര ചെയ്തിട്ടുണ്ടാവൂലേ? ഫാമിലി മൊത്തം ഒരു ടൂർ പോയിട്ടുണ്ടാവൂലേ? എല്ലാരും ദിവസം ടൂർ പോകുന്നവരാണ്. പക്ഷെ ഇപ്പൊ എഴുതാൻ പറയുമ്പോൾ പറയും ഞങ്ങൾ ആരും പോകാറില്ല. മിസ് ഞാൻ ഇപ്പൊ കേറിയതാ, നേരത്തെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടാ. മിസ് ഇപ്പൊ പറഞ്ഞതല്ല മോളെ, അത് മിസ് അയച്ചുതരാം എഴുതിയത് കേട്ടോ. മോൾക്ക് ആൻസർ നേരത്തെ അയച്ച ആൻസർ ഒന്നുകൂടി പറഞ്ഞതാണ്. ഇനി പേജ് നമ്പർ 44 ലാസ്റ്റ് ഭാഗാ പറഞ്ഞത്, ബ്ലൂ കളറിലെ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ കുടുംബവുമായി ഒത്ത്, നിങ്ങളുടെ ഫാമിലിയുമായി ഒത്ത് നിങ്ങൾ ഡൽഹിയിലേക്ക് യാത്ര ചെയ്തതിനെ കുറിച്ച് ഒരു ലെറ്റർ നിങ്ങളുടെ സുഹൃത്തിന് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ബാംഗ്ലൂരോ അങ്ങനെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയതായിട്ട്, നമുക്ക് ഫാമിലിയുമായിട്ട് പോയതായിട്ട് ഒരു കത്ത് മിസ് എഴുതി ഗ്രൂപ്പിൽ അയച്ചുതരാം. തൽക്കാലം ബാംഗ്ലൂർ പോവാം. പക്ഷെ എങ്കിലും നിങ്ങളെ എഴുതേണ്ടത്, പക്ഷെ എങ്കിലും ഒരു ലെറ്ററിന്റെ മോഡൽ നിങ്ങൾ എങ്ങനെയാന്ന് പഠിക്കണം മക്കളെ. അതിനാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഹിന്ദിയിൽ എഴുതാൻ പറ്റില്ലോ? പറ്റുമോ? പറ്റെങ്കിൽ പറ്റുമെന്ന് പറ. മീൻസ് നിങ്ങൾ എഴുതിക്കോ. നിങ്ങളുടെ ഫ്രണ്ടിന് എഴുതുന്ന ലെറ്റർ, നിങ്ങളെ ടൂർ പോയതിനെ കുറിച്ച് ഇപ്പൊ എടുത്ത പാഠം പോലെ അതുപോലെ ഒരു ലെറ്റർ എഴുതണം. ടോഷിന് എഴുതാൻ പറ്റുമോ? ടോഷിന്റെ ഫിംഗർ ആണല്ലോ എന്നെ കാണിക്കുന്നത് ക്യാമറയില്. എഴുതാൻ പറ്റില്ല അല്ലെ? അപ്പൊ മിസ് ഒരു കാര്യം ചെയ്യാം, ഒരു മോഡല് ഫ്രണ്ടിന് എഴുതുന്ന ഒരു ലെറ്ററിന്റെ ഒരു മോഡൽ മിസ് എഴുതി അയച്ചുതരാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു ദിവസം അയച്ചുതരാം. അത് നിങ്ങൾ നോക്കി എഴുതി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വർഗ് പഹലി മെൻസ് ढूंढकर പറഞ്ഞോ. മിസ് നോട്ട്ബുക്കിലേക്ക് എഴുതണോ? ആ, മിസ് അയച്ചു തന്നാൽ നിങ്ങൾ ആ നോട്ട്ബുക്കിലേക്ക് എടുത്ത് എഴുതി വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ബോക്സിൽ നിന്ന് പ്രസിദ്ധമായ കെട്ടിടങ്ങള്, ബിൽഡിങ്ങുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് എഴുതണം. ഫസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, താഴോട്ടോ വലത്തോട്ടോ ചേർച്ചിട്ടോ എങ്ങനെയെങ്കിലും നോക്കിയാല് പ്രശസ്തമായ ബിൽഡിങ്ങിന്റെ പേരുകൾ കിട്ടുമോ നോക്കണം. ഫസ്റ്റ് ഇന്ത്യ ഗേറ്റ്. ഫസ്റ്റ് എങ്ങനെ ഇന്ത്യ ഗേറ്റ് എന്ന് മനസ്സിലായോ? എങ്ങനെയാ? ബോക്സിലെ വലത്തോട്ട് നോക്കിയേ, വലത്തോട്ട് നോക്കിയേ. രണ്ടാമത്തെ ബോക്സ് മുതൽ വലത്തോട്ട്, ഇന്ത്യ ഗേറ്റ്. പറഞ്ഞോളൂ. അവിടെ എന്തെങ്കിലും ചെയ്യണോ? അവിടെ ഒരു ചതുരം, ഒരു ബോക്സ് ചതുരം കട്ടിയിൽ വരച്ചു വെക്കുക. ഒരു താഴെ എടുത്ത് എഴുതണം. അതവിടെ ഉണ്ട്, ഇന്ത്യ ഗേറ്റ് ഉണ്ട്. പറഞ്ഞോളൂ റൂലു. ഇന്ത്യ ഗേറ്റിന്റെ നേരെ ലാസ്റ്റ് താഴെ താന്റെ ലാസ്റ്റ് നോക്കിയൊക്കെ ചാർമിനാർ. ആ, നേരത്തെ അങ്ങോട്ട് പോയ ചാർമിനാർ ഉണ്ട്, താജ്മഹൽ ഉണ്ട്, ലാൽ കില ഉണ്ട്. പിന്നെ അപ്പൊ അങ്ങനെയുള്ള ഒരു 5-6 അതിൽ നിന്ന് കണ്ടുപിടിക്കണം കേട്ടോ. ക്ലിയർ ഇല്ല, അതിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതണം. ചാർമിനാറും താജ്മഹലും കണ്ടുപിടിച്ചു. ആ, മിസ് അയച്ചിരും, അത് നോക്കി എഴുതി അതിലേക്ക് മാർക്ക് ചെയ്താൽ മതി. നിതയൊക്കെ എവിടെ പോയി? നിത മിസ് പറഞ്ഞില്ലേ, ഇന്ത്യ ഗേറ്റ്, ചാർമിനാർ, താജ്മഹൽ, ലാൽ കില. ലാൽ കില
കില. ലാൽ കില. മിസ് എനിക്ക് ഫുള്ള് കിട്ടി. എനിക്കത് കിട്ടി. മിസ് പറഞ്ഞ ഫുള്ള് കിട്ടി മിസ്സേ. കിട്ടിയോ? അതാ പറഞ്ഞ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. കുറച്ച് ശ്രമിച്ചാ കിട്ടും. ചെല്ലക്ക് കിട്ടിയില്ലേ? മിസ് എനിക്ക് 5 കിട്ടി. എന്ത് പറ്റിയാവാ? ബാക്കിയാർക്കും കേൾക്കുന്നുണ്ട് മോളെ, നിന്റെ പ്രശ്നമായിരിക്കാം. എനിക്ക് കിട്ടി. ചാർമീറ. കമൽ മന്ദർ. മിസ്സേ കമൽ മന്ദർ ഉണ്ടോ? അപ്പൊ അത് കംപ്ലീറ്റ് ആയില്ലേ? പേജ് നമ്പർ 44 കംപ്ലീറ്റ്. ഇനി ചെന്നൈക്ക് ഫയർ പേജ് നമ്പർ 40 എടുത്തേ. എല്ലാരും കൊണ്ട് വായിപ്പിക്കാലോ. മിസ് പറഞ്ഞ ക്ലിയർ ഇല്ല. ഇപ്പോഴോ? ക്ലിയർ ഇല്ല, സ്റ്റക്ക് ആയിട്ട്. ഞാൻ വായിക്കാം. ആരാണ് വായിക്കാൻ പറഞ്ഞത്? സഫയാണോ? വായിച്ചു വായിച്ചു. മിസ് ചെന്നമ്മന്റെ പാടല്ലേ? ചെന്നൈക്ക് ഫയർ പേജ് നമ്പർ 40. പേജ് നമ്പർ 40. पाठ 8 चेन्नई की सैर। प्रिय मित्र हेमंत, कल ही तुम्हारा पत्र मिला। यह जानकर खुशी हुई कि तुम चेन्नई घूमने के बारे में सोच रहे हो। इस पत्र में मैं तुम्हें चेन्नई के बारे में लिख रहा हूँ ताकि तुम यहाँ की खूबसूरती एमी के बारे में जानकर जल्दी ही यहाँ आने का कार्यक्रम बनाओ। चेन्नई तमिलनाडु കേൾക്കുന്നില്ലല്ലോ. അതെയോ? ആ ഓക്കെ ഓക്കെ, നിങ്ങൾ മിണ്ടാതിരിക്കേ, കുറച്ച് ശരിയോ. भी कहा जाता है। चेन्नई में कई पर्यटन स्थल चेन्नई में कई पर्यटन स्थल है। चेन्नई तमिलनाडु की राजधानी है। पहला इसका नाम मद्रासा। चेन्नई को दक्षिण भारत का द्वार भी कहा जाता है। അതല്ലേ വായിക്കേണ്ടത്? അവിടുന്ന് ഇതിലൊന്നും കൂടി വായിക്കണ? വേണ്ട, നീ വായിച്ചോ.
മിസ് ഞാൻ ഒന്നാമത്തെ പാരഗ്രാഫ് കഴിഞ്ഞിട്ട് നാലാമത്തെ വരിയ വായിക്കുന്നേ. ഓക്കെ, ഇനി ആരെങ്കിലും വേറെ വായിപ്പിക്കാം. और सबकी अपनी खूबसूरती और विशेषताएं हैं, जैसे मरीना बीच, सेंट जॉर्ज का किला, सेंट जॉर्ज का किला, स्नेक पार्क, युद्ध स्मारक आदि. आदि. ओके, नेक्स्ट वन एडविन वाइज. नेक्स्ट एडविन थॉमस. चेन्नई का मरीना बीच, पर्यटकों का प्रमुख आकर्षण है. यह विश्व का दूसरा सबसे लंबा समुद्र तट है. शाम को इसके चौड़े रेतीले तट पर यदनी अधिक भीड़ होती है कि लगता है कि मानो सारा शहर यहाँ है. ओके, नेक्स्ट सना मंसूर. മിസ് ഏടത്തിന്ന് എനിക്ക് മനസ്സിലായി. പേജ് നമ്പർ 41 ഫസ്റ്റ്. मरीना बीच की शुरुआत में ही सेड राज किला है. किले के इंडिया कंपनी ने ईस्ट इंडिया कंपनी ने बनवाया था. एडमायर चर्च, सेंट मेरी चर्च, सेंट मेरी चर्च किले का सबसे पुराना चर्च है. यहाँ अंग्रेजों
द्वारा दिखाया गया था। सज्जाद जिले के दक्षिण में युद्ध स्मारक है। ओके नेक्स्ट बेनीटा वाइचेंगे बाकी बेनीटा എന്ത് പറ്റി ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ നിങ്ങൾ വായിച്ചോ, മഴയുണ്ട് തായിരിക്കും. വായിച്ചോ ബെനീറ്റ, അതിന് ബാക്കി. എനിക്ക് ക്ലാസ് കട്ടായിക്കൊണ്ടിരുന്നു, നെറ്റ് പ്രോബ്ലം ആണ്. ആരെ? ഓക്കെ ബെനീറ്റ, ക്യാൻ യു ഹിയർ മീ? ഒന്ന് വായിച്ചത്. ബെനീറ്റ എങ്ങോട്ട് പോയി? ആരാ നെക്സ്റ്റ് വായിക്കുന്നേ? മുഹമ്മദ് ഷസീൻ വായിക്കൂലേ? മുഹമ്മദ് ഷസീൻ അതിന് ബാക്കി വായിച്ചേ. കേൾക്കുന്നില്ലല്ലോടാ. ഒന്നും കേൾക്കുന്നില്ല. നാമി വായിച്ചോർക്കേ. നവമി. वीर मेमोरियल यह ലഹാം लहराता विशाल तिरंगा सैनिकों के बलिदान की याद की याद दिलाता है। हर वर्ष सेना दिवस नौसेना दिवस और विजय दिवस के अवसर पर यह सैनिकों को श्रद्धांजलि दी जाती है। ओके नेक्स्ट सिद्धांत कृष्ण വായിച്ചോ. മിസ് പറയുന്നൊന്നും ക്ലിയർ ഇല്ല. നിങ്ങൾ വായിക്കുന്നത് ക്ലിയർ ആണെന്ന് നോക്കട്ടെ. നിങ്ങൾ വായിച്ചോ.
चेन्नई की ഉറക്കെ വായിച്ചാൽ തെറ്റ് വല്ലതും പറഞ്ഞു തരാൻ പറ്റും. चेन्नई की ചെന്നൈക്ക് स्नेक पार्क भी दर्शनीय है. स्नेक पार्क में दर्शनीय है. के named Jones name her ബാക്കി വായിക്കാൻ കണ്ടതല്ലേ? no നൗസേന ദിവസാണോ? सेना रोमुलस विटेकर नामक अमेरिकी ने करवाया था. ഒരു കാര്യം ചെയ്യ്, മിസ് എന്താണ് വായിച്ചത്? നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയേ. നിങ്ങളുടെ കൈവിരൽ അതിനനുസരിച്ച് നീങ്ങണേ. ടെക്സ്റ്റ് ബുക്ക് നോക്ക്. प्रिय मित्र हेमंत, कल ही तुम्हारा पत्र मिला. यह जानकर खुशी हुई कि तुम चेन्नई घूमने के बारे में सोच रहे हो. इस पत्र में मैं तुम्हें चेन्नई के बारे में लिख रहा हूँ ताकि तुम यहाँ की खूबसूरती के बारे में जानकर जल्दी ही यहाँ आने का कार्यक्रम बनाओ. चेन्नई तमिलनाडु राज्य की तमिलनाडु की राजधानी है. पहला इसका नाम मद्रास था. चेन्नई को दक्षिण भारत का द्वार भी कहा जाता है. चेन्नई में कई पर्यटन स्थल हैं और सबकी अपनी खूबसूरती और विशेषताएं हैं, जैसे मरीना बीच, सेंट जॉर्ज किला, स्नेक पार्क, युद्ध स्मारक आदि. चेन्नई का मरीना बीच पर्यटकों का बहुत प्रमुख आकर्षण है. यह विश्व का दूसरा सबसे लंबा समुद्र तट है. शाम को इसके चौड़े रेतीले तट पर इतनी अधिक भीड़ होती है कि लगता है कि मानो सारा शहर यही आ गया है. इस इത്രയും വായിച്ച ക്ലിയർ ആയിട്ട് പഠിച്ചോ? ക്ലിയർ ആയിട്ട് പഠിച്ചോ? മിസ് ഇപ്പൊ വായിച്ച എത്ര നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വായിക്കാൻ ബുദ്ധിമുട്ട് വരുമോ? ബെനീറ്റ പേജ് നമ്പർ 41 വായിച്ചേ. പേജ് നമ്പർ 41 ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കേ. വായിച്ചോ മിസ് ഹെൽപ്പ് ചെയ്യും. വായിച്ചോ. मरीना बीच की शुरुआत में भी വായിക്കാത്തെ വീഡിയോ ഓഫ് ഒന്നും ചെയ്തിട്ട് പോവണ്ട. അൺമ്യൂട്ട് ചെയ്തോ, അവിടെ ഇരുന്നോ. അൺമ്യൂട്ട് ചെയ്യ് ബെനീറ്റ. പറ. मरीना बीच की शुरुआत में भी വായിക്കാൻ തുടങ്ങുമ്പോൾ ഇപ്പൊ ക്ലാസ് കേട്ടോ. मरीना बीच की शुरुआत में ही सेंट जॉर्ज किला है. सेंट जॉर्ज किला है. इस किले को ईस्ट इंडिया कंपनी ने ഓർത്തു പോയാ कंपनी ने बनवाया था.
എല്ലാവരും നല്ലോണം ടെക്സ്റ്റ് വായിക്കണേ എക്സാമിന്.